നമസ്കാരം. 1986 പുറത്തിറങ്ങിയ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്തൊരു സിനിമയുടെ പേര് പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ എന്നായിരുന്നു. മരണപ്പെട്ട പപ്പന് കാലൻ ഒരു വരം നൽകി. മരിച്ചവരുടെ ശരീരത്തിൽ കയറി നിനക്ക് ജീവിക്കാം. പാർട്ടിയാകുന്ന ശരീരത്തിൽ നിന്നും പുറത്തു പോയെങ്കിലും ഏത് നേതാവിൻ്റെ ദേഹത്ത് കയറണമെന്ന് ചിന്തിച്ച് അലഞ്ഞു നടക്കുകയാണ് ഇപ്പോൾ മറ്റൊരു പപ്പൻ പത്തനംതിട്ടയിൽ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ആറന്മുള കീച്ചമ്പറമ്പിൽ പത്മകുമാർ അവരുടെ പപ്പൻ പ്രിയപ്പെട്ട പപ്പനാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പപ്പൻ പാർട്ടിയെയും കൊണ്ടേ പോകൂ എന്നായപ്പോൾ പാർട്ടി അതിൻ്റെ നിലപാട് മയപ്പെടുത്തി. ഒരു സസ്പെൻഷനിൽ ഒതുക്കിക്കളഞ്ഞു കാര്യങ്ങൾ. LDFിൻ്റെ കനത്ത തോൽവിക്ക് കാരണമായത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ആയിരുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് പാർട്ടി ആ കേസിൽ പ്രതിയായി ദിവസങ്ങളോളം ജയിലിൽ കിടന്ന പത്മകുമാറിനെ സംരക്ഷിക്കുന്നത്? സംരക്ഷിച്ചില്ലെങ്കിൽ പത്മകുമാർ പലതും വിളിച്ചു പറയും. ഞാൻ ആത്മകഥ എഴുതും എന്നുകൂടി പത്മകുമാർ പറഞ്ഞതോടെ പാർട്ടി ആകപ്പാടെ ഭയന്നു കഴിഞ്ഞു. അല്ലെങ്കിലും കള്ളന്മാരുടെ ആത്മകഥയ്ക്ക് ഇപ്പോൾ വലിയ പ്രിയമാണ്. സത്യസന്ധമായി ആത്മകഥ എഴുതുന്ന ഒരു വിഭാഗം കള്ളന്മാരും ലൈംഗിക തൊഴിലാളികളുമാണ്. പപ്പൻ്റെ ആത്മകഥ പുറത്തു വന്നാൽ ജനം തിരിച്ചറിയും ഈ കൊള്ളസങ്കേതത്തിൻ്റെ തലവൻ പിണറായി വിജയനാണെന്ന്. അകത്തു പോകുന്നതിന് മുമ്പ് പത്മകുമാർ പറഞ്ഞത് ദൈവതുല്യനായ ഒരാൾ പറഞ്ഞാൽ എനിക്ക് അനുസരിക്കാതിരിക്കാൻ കഴിയില്ല എന്നാണ്. ഇപ്പോൾ പത്മകുമാർ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ശബരിമലയിൽ സ്ത്രീകളെ തള്ളിക്കയറ്റുന്നതിൻ്റെ തൊട്ട് മുമ്പ് എത്രയും പെട്ടെന്ന് തിരുവനന്തപുരത്ത് ചെല്ലാൻ പറഞ്ഞ് ആരോ പത്മകുമാറിനെ വിളിച്ചു. ആ വിളിച്ചതാരാണെന്ന് പത്മകുമാർ പറയുന്നില്ല. അത് പ്രത്യേകിച്ച് അറിയാൻ എന്തിരിക്കുന്നു, പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയാകാനേ സാധ്യതയുള്ളൂ. എന്നാൽ പിണറായി പറഞ്ഞത് അങ്ങനെ വിളിച്ചിട്ടില്ല എന്നും അതിൻ്റെ ആവശ്യമില്ല എന്നുമാണ്. അയ്യോ, പിണറായി അറിഞ്ഞിട്ടാണല്ലോ നിങ്ങളുടെ ഓഫീസിൽ എല്ലാ കാര്യങ്ങളും നടന്നത്. പത്മകുമാർ വെളിപ്പെടുത്തിയ മറ്റൊരു രസകരമായ സംഗതിയുണ്ട്. ശബരിമലയിലെ മേൽശാന്തിയായി ആരെ നിയമിക്കണമെന്ന് മന്ത്രി കത്ത് കൊടുത്തു പോലും. ഇടതു ഭരണം വന്നതിൽ പിന്നെ ശബരിമലയുടെ താന്ത്രികാവകാശം AKG ഇല്ലത്തിനായിരുന്നു. പുതുതായി നിയമിക്കുന്ന മേൽശാന്തിമാർക്ക് മൂലമന്ത്രം ചൊല്ലിക്കൊടുക്കുന്നത് തന്ത്രിയാണ്. ഇടതുപക്ഷം ഭരണം തുടങ്ങിയതോടെ AKG ഇല്ലത്തെ കോടിയേരി ബാലകൃഷ്ണരും കണ്ഠരര് ഗോവിന്ദരും ആണ് അയ്യപ്പൻ്റെ മൂലമന്ത്രം മേൽശാന്തിമാർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നത്. മേൽശാന്തിയായി നിയമിക്കാൻ പാർട്ടി താൽപ്പര്യപ്പെടുന്നയാളെ AKG സെൻറ്ററിലേക്ക് വിളിച്ചു വരുത്തി ഓം കാരണഭൂതായ വിപ്ലവേയി പീനസ്യ ധീമഹി എന്ന മൂലമന്ത്രം ചൊല്ലിക്കൊടുക്കും. ആ മന്ത്രം ചൊല്ലി അയ്യപ്പനെ പറ്റിച്ചിട്ടാണ് ഭഗവാന്റെ സ്വർണവും കൊടിമരവും വാതിൽപ്പാളിയും എല്ലാം പൊളിച്ചു കടത്തിയത്. ഒന്നാലോചിച്ച് നോക്കൂ, ഈ കള്ളന്മാരുടെ ഒരധപ്പതനം. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കാൻ കോടതിയുടെ നേതൃത്വത്തിൽ പിണറായി സർക്കാരാണ് SIT നിയമിച്ചത്. അവർ തനി കള്ളനാണെന്ന് കണ്ടെത്തിയതും ജയിലിൽ അടച്ചതുമാണ് ഈ പത്മകുമാറിനെ. അങ്ങനെ ജയിലിൽ കിടന്ന ഒരാളെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാൻ ഇപ്പോഴും അവർക്ക് വിറയലാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് അതിനൊട്ട് ധൈര്യവും വന്നില്ല. അയാൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുമെന്ന ഭയം ഇവർക്കെല്ലാം ഉണ്ടായിരിക്കണം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും പത്മകുമാറിനെ പുറത്താക്കാനുള്ള ധൈര്യം പോരാ പാർട്ടിക്ക്. അഥവാ പുറത്താക്കിയാൽ വായിൽ വരുന്നതൊക്കെ വിളിച്ചു പറയുന്ന പത്മകുമാർ പിണറായി വിജയനെയും പാർട്ടിയെയും പ്രതിരോധത്തിലാക്കുമെന്നും അവർക്കറിയാം. ഇതിലേറെ രസമുള്ള ഒരു കാഴ്ച, മഹാകള്ളനായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം CPMൻ്റെ സകല നേതാക്കളും നിരന്നു നിൽക്കുന്ന പടം നമ്മൾ കണ്ടു. ആ പടത്തിൽ കടകംപള്ളി സുരേന്ദ്രനും ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമും പിണറായി വിജയനും എല്ലാം ഉണ്ട്. പക്ഷേ എവിടെയും നമ്മൾ പത്മകുമാറിനെ കാണുന്നുമില്ല. അപ്പോൾ യഥാർത്ഥ കള്ളൻ പത്മകുമാറാണോ അതോ പാർട്ടിയും പിണറായി വിജയനുമാണോ? ഇതുവരെ ഒരു ദേവസ്വം മന്ത്രിയും ശബരിമല മേൽശാന്തിയായി ഇന്നയാളെ നിയമിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. കാരണം നറുക്കെടുപ്പിലൂടെയാണ് മേൽശാന്തിമാരെ നിയമിക്കുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് മന്ത്രി നിർദ്ദേശിക്കുന്ന ആളെ തിരഞ്ഞെടുക്കുക? ഒരുപക്ഷെ നറുക്കെടുക്കാനുള്ള കൂടത്തിൽ അവരുദ്ദേശിക്കുന്ന ആളിൻ്റെ പേര് മാത്രമാകുമോ എഴുതിയിടുക? എന്തൊക്കെ ദുരൂഹതകളാണ് അയ്യപ്പൻ്റെ മുമ്പിൽ നടക്കുന്നത്. ഷാപ്പിലെ കറിക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കുന്ന ലാഘവത്തോടെയാണോ മന്ത്രി ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർവഹിച്ചത്? പത്മകുമാറിന് ഇങ്ങനെ ശുപാർശക്കത്ത് കൊടുത്ത കാലത്ത് ആരായിരുന്നു ദേവസ്വത്തിൻ്റെ മന്ത്രി? മന്ത്രി മേൽശാന്തി നിയമനവുമായി ബന്ധപ്പെട്ട് തൻ്റെ ലെറ്റർ പാഡിൽ പത്മകുമാറിന് എഴുതി നൽകിയ കത്തും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അമ്പലക്കൊള്ളക്കേസിൽ അകത്ത് പോയ പത്മകുമാർ ആത്മകഥ എഴുതുമെന്ന് പറഞ്ഞപ്പോൾ എന്തിനാണ് പാർട്ടി ഭയന്നത്? അപ്പോൾ ഇതിൽ പലരുടെയും മടിയിൽ കനമുണ്ടെന്നും കൈകൾ ശുദ്ധമല്ലെന്നും മനസ്സിലായി. പ്രളയകാലത്ത് ആനത്തോട് ഡാമിൽ നിന്നും ഒഴുകി വന്ന 1,00,000 ടൺ മണൽ നീക്കാൻ സ്വകാര്യ കമ്പനിയെ ഏൽപ്പിക്കാൻ ദേവസ്വം ബോർഡ് അറിയാതെ ഒരു തീരുമാനവും എടുത്തുപോലും. അതിനുവേണ്ടി പോലീസ് മേധാവിയും ചീഫ് സെക്രട്ടറിയും ഹെലികോപ്റ്ററിൽ ഈ പ്രദേശങ്ങളിലൊക്കെ പരിശോധനയും നടത്തി.
അപ്പോൾ മൊത്തം എണ്ണവും കള്ളന്മാരായിരുന്നു. കള്ളന്മാരുടെ ഒരു യൂണിവേഴ്സിറ്റിയാണോ ഈ പാർട്ടി? അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയാണെന്ന് കീഴ്ഘടകങ്ങളെല്ലാം ശക്തമായി വിമർശിച്ചിട്ടും എന്തുകൊണ്ടാണ് ജില്ലാ കമ്മിറ്റി ഇപ്പോഴും ഈ പപ്പനെ സംരക്ഷിക്കുന്നത്? ശബരിമലയിൽ പെണ്ണുങ്ങളെ കയറ്റാനായി എന്നെയും IG ശ്രീജിത്തിനെയും ശബരിമലയിൽ നിന്നും മനഃപൂർവ്വം മാറ്റി നിർത്തുകയായിരുന്നുവെന്ന് പത്മകുമാറിൻ്റെ ആരോപണം കഴമ്പുള്ളതാണ്. പക്ഷെ ആരാണ് വിളിച്ചതെന്ന് ഇപ്പോഴും പത്മകുമാറിന് അറിയില്ല. വെറുതെയാണോ പിണറായി വിജയൻ വെടികൊണ്ട പന്നിയെപ്പോലെ ഇപ്പോഴും നടക്കേണ്ടി വരുന്നത്? പിണറായിയും കോടിയേരി ബാലകൃഷ്ണനും അറിയാതെ താൻ ശബരിമലയിൽ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് പത്മകുമാർ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പിന്നെ പത്മകുമാർ പറയുന്ന ദേവതുല്യൻ പിണറായി വിജയനാകാതെ തരമില്ല. അറസ്റ്റിലായതിൻ്റെ പേരിൽ മാത്രം പാർട്ടി നടപടിയെടുക്കില്ലെന്നും കുറ്റത്തിൻ്റെ ഗ്രേഡ് കൂടി അറിയണമെന്നുമായിരുന്നു പാർട്ടിയുടെ ന്യായം. പപ്പനകത്തായതിനു ശേഷം എടുത്ത ആദ്യത്തെ ഒരു നടപടി വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നും അദ്ദേഹത്തെ പുറത്താക്കി എന്നതായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി കൈപൊള്ളിയതോടെ പത്മകുമാറിനെ കൈവിടാൻ CPM നിർബന്ധിതമായി. ഇത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു എന്ന് സംസ്ഥാന കമ്മിറ്റി തന്നെ ചൂണ്ടിക്കാട്ടിയതിനാൽ അച്ചടക്ക നടപടി ഉറപ്പായിരുന്നു. പക്ഷേ പത്മകുമാറുമായുള്ള ബന്ധം പൂർണ്ണമായും മുറിച്ചു മാറ്റാൻ CPMന് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോഴത്തെ സസ്പെൻഷൻ നീട്ടിക്കൊണ്ട് പോകാമെന്നല്ലാതെ പപ്പനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടുമില്ല. കള്ളന്മാരെയും കൊലപാതകികളെയും എന്നു വേണ്ട സകലവിധ നെറികെട്ടവന്മാരെയും തോളത്തും തലയിലും ചുമ്മിക്കൊണ്ട് നടക്കുന്ന ഈ പെരുങ്കള്ളന്മാരെയാണ് 10 വർഷം നമ്മൾ ഭരിക്കാനേൽപ്പിച്ചത്. അപ്പോൾ പിന്നെ AKG സെൻറ്ററിൻ്റെ വിലാസത്തിൽ കള്ളക്കമ്പനി തുടങ്ങിയ പിണറായി മകളെ നമ്മൾ എന്തിനു കുറ്റം പറയണം? കള്ളനും കാവൽക്കാരനും കൂട്ടുചേർന്നാൽ വെളുക്കും വരെ കക്കാമെന്ന് പറയുന്നത് പോലെയായി കാര്യങ്ങൾ. ഇവരൊന്നുകൂടി ഭരണത്തിൽ വന്നിരുന്നെങ്കിൽ അയ്യപ്പൻ്റെയും ഗുരുവായൂരപ്പൻ്റെയും പത്മനാഭൻ്റെയും ഏറ്റുമാനൂരപ്പൻ്റെയും ഒക്കെ കാര്യം എന്താകുമായിരുന്നു? ഇപ്പോൾ തന്നെ പലയിടത്തും മോഷണം പുറത്തു വന്നു തുടങ്ങി. എന്തായാലും പപ്പൻ, പ്രിയപ്പെട്ട പപ്പൻ ഈ പാർട്ടിയുടെ ഐശ്വര്യമാണ്. പപ്പകുമാർ ആത്മകഥ എഴുതുന്നുണ്ടോ എന്നറിയാൻ സഖാക്കൾ ഇനി ചാരപ്പണിയുമായി ആ വീട്ടിൽ കയറിപ്പറ്റും. ഇതൊക്കെയാണെങ്കിലും പയ്യന്നൂരിൽ രക്തസാക്ഷി ഫണ്ട് കട്ടതിനെ ചോദ്യം ചെയ്ത സഖാവിനെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ പാർട്ടി പുറത്താക്കി. പക്ഷേ അയ്യപ്പൻ്റെ സ്വർണ്ണക്കൊള്ളയിൽ അകത്തുപോയ കള്ളനെ ഇപ്പോഴും പാർട്ടി സംരക്ഷിക്കുകയാണ്. അയാളെ വർഗവഞ്ചകനെന്നും വിളിക്കുന്നില്ല, ചെറ്റയെന്നും വിളിക്കുന്നില്ല.